ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ന്യായപ്രമാണത്തിൽ രസിക്കുക, ഉള്ളം കൊണ്ട്. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത്, നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിത്യത ദർശനം കണ്ട് നിത്യത ആഗ്രഹിച്ച് സഞ്ചരിക്കുന്ന ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പോകേണ്ടതും നിൽക്കേണ്ടതും ഇരിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടാണ് പറയുന്നത്, നമ്മൾ ആത്മീകർ നിൽക്കേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചും ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചും അങ്ങനെ സഞ്ചരിച്ചാൽ അവരെക്കുറിച്ച് പറയണം, അവർ ഭാഗ്യവാന്മാരാണ്. ഇവിടെ പൗലോസ് റോമാ സഭയോട് പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിൻ്റെ വചനത്തിനകത്ത് രസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവവചനത്തിൽ സന്തോഷിക്കുകയും അതിൽ രസിക്കുകയും ചെയ്താൽ, വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്കൊരു ഫലം ഉണ്ടാകും. നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതായിരിക്കും, വാടിപ്പോകാത്ത ഇലയുള്ള വൃക്ഷമായിരിക്കും. പലരും ആത്മീകതയ്ക്കകത്ത് നിന്നിട്ട് സന്തോഷമില്ല, ഫലം ഉണ്ടാകുന്നില്ല, എനിക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഉദ്ദേശിക്കുന്ന ഉയർച്ച എന്താണ് പ്രിയരെ? ഉദ്ദേശിക്കുന്ന സന്തോഷം എന്തോ ആണ്. രസിക്കുക എന്ന് പറയുമ്പോൾ, വചനത്തിനകത്ത് രസിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആത്മീക അനുഭവം എന്താണ്? നമ്മുടെ ജീവിതത്തിനകത്ത് ശാശ്വതമല്ലാത്ത ഈ ഭൂമിയിൽ വസിക്കുന്നതിനേക്കാൾ ശാശ്വതമായ ഒന്നിലേക്ക് പോകാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നമ്മൾ ഈ വചനത്തിനകത്ത് രസിക്കുമ്പോൾ നമ്മളിൽ ഫലം ഉണ്ടാകും. നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തന്നെയായിരിക്കും. കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവിൻ, അനേകർ ശ്രമിക്കും, കഴിയുകയില്ലതാൻ. അപ്പം ഈ രസിക്കണമെന്ന ആഗ്രഹമുണ്ട്, ശ്രമിക്കാറുമുണ്ട്, പക്ഷെ വചനം പറയുന്നു കഴിയുകയില്ലതാൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് മറ്റുള്ളതിലൊക്കെ രസിക്കാതെ ദൈവവചനത്തിൽ രസിച്ച് വചനത്തിനകത്തുകൂടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവസന്നിധിയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.